എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഇഫാന്റെയും സാങ്ങിന്റെയും സ്കൂൾ ലൈഫാണ് കാണിക്കുന്നത്. ഇതേ സമയം തന്നെ ഇഫാന്റെ അടുത്തേക്ക് അവളുടെ ക്ലാസ് സാറ് വന്നിട്ട് പറയാണ്, നിന്റെ അമ്മ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ട്, നിന്റെ അച്ഛൻ എന്ന് പറയുമ്പോ തന്നെ ഇഫാൻ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവളുടെ വെപ്രാളം കണ്ട് സാങ്ങും ഇവളുടെ പുറകെ ഓടും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഇഫാൻ ആണെങ്കിൽ ആരെയോ ബസ്സിൽ നിന്ന് കോൾ ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. ഇതേ സമയം സാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവൻ ഈ ബസ്സിന് പിന്നാലെ ഓടി വരികയാണ്. ഇവൾ ഒരുപാട് വട്ടം ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കോള് കണക്ട് ആവുന്നതേ ഉണ്ടാവില്ല. ഇതേ സമയം സാങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവൻ കെതച്ച് ഓടി വന്ന് ബസ്സിനെ ചേസ് ചെയ്ത് പിടിക്കുകയാണ്. അവസാനം ബസ് അവിടെ നിർത്തി കൊടുക്കും. ഇതേ സമയം അവൻ കയറുന്നതാണ്ട് നമ്മുടെ ഇഫാൻ ഒന്ന് അവനെ ഇങ്ങനെ നിസ്സഹായത നോക്കുന്നുണ്ടാവും. എന്നിട്ട് അവൻ കെതച്ച് അവളെടുത്ത് കയറി ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവൾ അവനോട് ചോദിക്കും, നീ എന്താ ഇവിടെയെന്ന്. ഇതേ സമയം അവൻ അവളെടുത്ത് പറയും, എനിക്ക് സ്കൂളിൽ പോകാൻ തോന്നുന്നില്ല, എനിക്കും അറിയണ്ടേ ക്ലാസ് ഒക്കെ സ്കിപ്പ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും. ഇതും പറഞ്ഞ് ഇഫാൻ ആണെങ്കിൽ അവിടെ കിടന്ന് വിങ്ങിപ്പൊട്ടി കരയാണ്. ഇത് കണ്ട് നമ്മുടെ സാങ്ങിനാണെ സഹിക്കാനും പറ്റുന്നില്ല. ഇതേ സമയം അവനാണ് അവന്റെ ജാക്കറ്റ് ഊരിയിട്ട് നമ്മുടെ ഇഫാൻ ഇങ്ങനെ പൊതിച്ചു കൊടുക്കാണ്. ഇവളാണെങ്കിൽ അതിന്റെ ഉള്ളിലേക്ക് തലയിട്ടിട്ട് അതിന്റെ ഉള്ളിൽ നിന്നും കരയാണ്. അവൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ട്, അവളുടെ അച്ഛന് എന്തോ ഒന്ന് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഇതേ സമയം ഇവര് ഹോസ്പിറ്റലിൽ എത്താണ്. ഇതേ സമയം തന്നെ അവിടെ കാണുന്ന ഡോക്ടേഴ്സിനെയും നഴ്സുമാരെയും ഇവരെ തട്ടി മാറ്റിയിട്ടാണ് ഇവർ ഓടുന്നത്. അവസാനം അവർ രണ്ടുപേരും അച്ഛൻ കിടക്കുന്ന റൂമിന്റെ മുമ്പിൽ എത്താണ്. അച്ഛനെ കണ്ട് സഹിക്കാൻ പറ്റാണ്ട് ഇഫാൻ അവിടെ തന്നെ ഇരുന്ന് കരയാണ്. ഇതേ സമയം സാങ്ങും അവളുടെ കൂടെ ഇരിക്കുന്നുണ്ടാവും. എന്നിട്ട് സാങ് ഇവളുടെ അടുത്ത് പറയുന്നുണ്ട്, എന്ത് പ്രശ്നം വന്നാലും നീ ഒരിക്കലും വിഷമിക്കേണ്ട, ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാവുന്ന്. നിറകണ്ണുകളോടെ നമ്മുടെ ഇഫാൻ ആണെങ്കിൽ അവളുടെ അച്ഛന്റെ റൂമിലേക്ക് പോവാണ്. ഇതേ സമയം പുറത്ത് നമ്മുടെ സാങ് അവളെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. പ്രസന്റ് ടൈമിലേക്ക് വരികയാണെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും നാളെ ചൈനീസ് ന്യൂ ഇയർ ആണ്. ഇതേ സമയം തന്നെ ഇവരെ ബോസ് ഒരു ട്വിസ്റ്റും കൊണ്ട് വരികയാണ്. സ്പ്രിംഗ് ഫെസ്റ്റിവലിന് എന്റെ കൂടെ ആരാണ് ഓഫ് ടൈമിൽ വർക്ക് ചെയ്യാൻ വരികയെന്ന് ചോദിക്കും. എല്ലാരും ഇങ്ങനെ തല താഴ്ത്തി നിൽക്കാണ്, ഇപ്പൊ എന്റെ പേര് വിളിക്കുന്നുള്ള രീതിയിൽ. ഇതേ സമയം ഇവരെ ബോസ് ചോദിക്കുന്നുണ്ട്, ആരാണ് എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയെന്ന്. ഇതേ സമയം എല്ലാരും ഇങ്ങനെ കുഞ്ഞു നിൽക്കുന്നതാണ്ട് ബോസ് പറയും, ഞാൻ തന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് പേര് വിളിക്കാന്ന്. ആദ്യം തന്നെ എടുത്തു നിൽക്കുന്ന കൊളീഗിന്റെ അടുത്ത് ചോദിക്കുമ്പോ അവള് പറയും, അയ്യോ ഞാൻ പ്രഗ്നന്റ് അല്ലേ ബോസേ, എന്നെ കൊണ്ട് പറ്റില്ലല്ലോ എന്ന് പറയും. അടുത്ത കൊളീഗിനെ വിളിച്ചിട്ട് പറയും, നീ വെറുതെ ഇങ്ങനെ ഹൈഡ് ചെയ്യണ്ട, നിനക്ക് എന്താ അവിടെ നിന്നാലെന്ന് ചോദിക്കും. അപ്പൊ അവൻ പറയും, ഞാൻ 2 കൊല്ലമായിട്ട് ഇവിടുന്ന് പുറത്തേക്ക് പോയിട്ട് എനിക്ക് എന്റെ അമ്മന്റെ കൂടെ നിൽക്കണം എന്ന് പറയും. അടുത്ത ചെക്കൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവൻ പറയും, എനിക്ക് ബ്ലൈൻഡ് ഡേറ്റിന് പോയാണ്ടെന്ന് പറയും. ഇത് എല്ലാം കൂടി കേട്ട് നിൽക്കുമ്പോൾ നമ്മുടെ ഇഫാന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. സാങ്ങിന്റെ മെസ്സേജ് ആയിരിക്കും അത്. അവൻ അവന്റെ പാരന്റ്സിന്റെ കൂടെയാണ് സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നത്, അതുകൊണ്ട് അവൻ അവിടേക്ക് വരില്ല, ഫ്രിഡ്ജിലുള്ള ഫുഡ് അവളോട് എടുത്ത് കഴിക്കാൻ പറയും. ഇതേസമയം അവൾ ആലോചിക്കുമ്പോൾ അവൾക്ക് എന്തായാലും അങ്ങോട്ട് പോയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ഇതേസമയം അവള് ബോസിന്റെ അടുത്ത് ഞാൻ സ്റ്റേ ചെയ്തോളാന്ന് പറയും. ഇതേസമയം ഇത് കേട്ട ബോസിന് വല്ലാത്ത സന്തോഷാവും. എന്നിട്ട് എല്ലാവരുടെ അടുത്ത് പറയുന്നുണ്ട്, കണ്ടു പഠിക്കുക ഇഫാനെ എന്ന് പറഞ്ഞ് അവളെ കുറെ പൊക്കി അടിച്ചിട്ട് അവിടുന്ന് പോവും. എല്ലാവരും നമ്മുടെ ഇഫാന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അയ്യോ നിനക്കപ്പൊ സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആഘോഷിക്കണ്ടേന്ന്. അടുത്ത സീനിൽ നമ്മുടെ ഇഫാന്റെ ഫ്രണ്ടിനെയാണ് കാണിക്കുന്നത്. അവളാണെങ്കിൽ വല്ലാണ്ട് ഷൗട്ട് ചെയ്തിട്ടാണ് ഹാൻഡ് അടുത്തേക്ക് വരുന്നത്. ഹാൻ ആണെങ്കിൽ അവിടെ കള്ള് കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതേസമയം അവൾ ഇവന്റെ അടുത്ത് ചോദിക്കും, നീ എന്ത് ഓർഡറാണ് എനിക്ക് പ്ലേസ് ചെയ്തതെന്ന്. ഇതേസമയം അവൻ ചോദിക്കുന്നത്, നീ എല്ലാ ഓർഡറും സ്വീകരിക്കില്ല. ഇവനാണെങ്കിൽ ഓർഡർ പ്ലേസ് ചെയ്തത് ഇവൾ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കണം ഉള്ള രീതിയിലാണ്. ഇവനാണെങ്കിൽ ഇവൾക്ക് നല്ലൊരു പൈസയും ഈ ഒരു അഭിനയിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇവൾക്കാണെങ്കിൽ എന്താ സങ്കടം എന്ന് വെച്ചാൽ ഈ ഒരു ആഡ് എല്ലാവരും കാണും, അപ്പൊ എന്നെ കുറിച്ച് എന്താ എല്ലാവരും വിചാരിക്കാന്നാണ് ഇവൾ അവിടെ കിടന്ന് ഷൗട്ട് ചെയ്യാണ്. ഇതേ സമയം അവിടെയുള്ള ആൾക്കാരെല്ലാവരും ഇവരെ ചുറ്റും ഇങ്ങനെ നോക്കാണ്. എന്നിട്ട് ഇവനാണെങ്കിൽ ഇവളെയും കൊണ്ട് മുകളിലോട്ട് പോകും. ഇതേ സമയം ഇവനാണ് ഇവളെ ഇരുത്തിയിട്ട് കൺവിൻസ് ചെയ്യാൻ നോക്കാണ്. ഇവന്റെ അടുത്ത് പറയുന്നുണ്ട്, എന്റെ ഗ്രാൻഡ്മയും ഗ്രാൻഡ്പയും തെറ്റി നിൽക്കാണ്, ഇപ്പൊ ഒരു വർഷമായിട്ട് അവർ തീരെ സംസാരിക്കലില്ല, ഈ സ്പ്രിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ എങ്ങനെ എന്റെ ഗേൾ ഫ്രണ്ടിനെയും കൊണ്ടുപോയില്ലെങ്കിൽ അവരവിടെ ഒരുമിച്ചുണ്ടാവില്ല, അവരെ എങ്ങനെയെങ്കിലും ഒരുമിപ്പിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയും. ഇതേ സമയം ഇവള് പറയുന്നുണ്ട്, ഒരിക്കലും പറ്റില്ല എന്ന് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവൻ ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാന്ന്. അപ്പൊ അവള് പറയുന്നുണ്ട്, ഒരാളെ ഗേൾ ഫ്രണ്ട് ആയിട്ട് അഭിനയിക്കാന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഔക്വേർഡ് ഫീലിംഗ് ആണ്, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് തന്നെ ഇവള് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവള് പറയുകയും ചെയ്യും, വേറെ ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പിന്നെയും ചെയ്യായിരുന്നു. ഇവനാണെങ്കിൽ ഇത് തന്നെ ഗ്രീൻ സിഗ്നൽ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു ഓട്ടായിരിക്കും. എന്നിട്ട് അവൻ ചിരിച്ചുകൊണ്ട് വന്നിട്ട് ഇവളുടെ ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് ഇവളുടെ ഫോണിലേക്ക് തുരുതുരാ മെസ്സേജ് അയക്കും. ഇവന്റെ ഓരോ ഫ്രണ്ട്സ് ഇങ്ങനെ പ്ലേസ് ചെയ്തോണ്ടിരിക്കാണ്. ഇതേ സമയം ഇവള് ചോദിക്കും, ആരാണ് ജെ ഇവരൊക്കെ ഇങ്ങനെ എന്തിനാ പ്ലേസ് ചെയ്തോണ്ടിരിക്കുന്ന ഓർഡർ, വേറെ ആർക്കെങ്കിലും വേണ്ടിയാണ്, ഞാൻ എന്ത് ചെയ്യില്ല എന്ന് പറയും. ഇതേ സമയം അവൻ പറയുന്നുണ്ട് അതൊന്നും പറ്റില്ല എന്ന്. ഇതേ സമയം ഇവള് പറയുന്നുണ്ട്, ഇങ്ങനെ ഓർഡർ പ്ലേസ് ചെയ്തോണ്ടെന്നാ എന്റെ അക്കൗണ്ട് സ്പാം ആയി പോകുമെന്ന് പറയും. അങ്ങനെ അവന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇവൻ വിളിച്ച് പറയുന്നുണ്ട്, ഇത് ഓക്കെ ആയിട്ടുണ്ട്, നിങ്ങൾ നിർത്തിക്കോളുന്നത്. ലാസ്റ്റ് ഇവൾ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യാണ്. എന്നിട്ട് ഇവളെടുത്ത് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് ഡ്രിങ്ക്സും ഫുഡും എല്ലാം വാങ്ങി തരും, എന്റെ വക നല്ലൊരു ട്രീറ്റ് തന്നെ നിനക്ക് ഉണ്ടാവുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇഫാന്റെ ഓഫീസിലെ ചൈനീസ് ന്യൂ ഇയർ പ്രമാണിച്ച് എല്ലാവർക്കും റെഡ് എൻവലപ്പ് കൊടുക്കുന്നതാണ്.
അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ ഇഫാൻ അവളുടെ വീട്ടിൽ എത്തിയതാണ്. ഇതേ സമയം അവൾ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്യായിരിക്കും അവളുടെ ഫ്രണ്ടിന്. അവൾ തനിച്ചായതുകൊണ്ട് തന്നെ അവൾ അവളുടെ ഫ്രണ്ടിന്റെ ഫാമിലിയുടെ കൂടെ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യായിരിക്കും. ഇഫാന്റെ മുഖത്ത് നോക്കുകയാണെങ്കിൽ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ഫ്രണ്ടിനെ കാണിക്കുകയാണെങ്കിലോ അവൾ ഇങ്ങനെ പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് അവളുടെ ഫാമിലിയുടെ കൂടെ. ഫ്രണ്ട് ആണെങ്കിൽ ഇഫാന്റെ മുഖത്തുള്ള വാട്ടം കണ്ടിട്ട് അവളെ എടുത്ത് പറയുന്നുണ്ട്, സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്, നീ എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കണം, നീ ഇങ്ങനെ സാഡ് ആയിട്ട് നിൽക്കരുതെന്ന്. ഇതേ സമയം അമ്മൂമ്മ നമ്മുടെ ഫ്രണ്ടിന്റെ കയ്യിൽ ജിയോസി കൊടുത്തിട്ട് അവളെ എടുത്ത് കഴിക്കാൻ പറയും. ഇതേ സമയം തന്നെ ഫ്രണ്ട് ഇഫാന്റെ അടുത്ത് ചോദിക്കും, നീ കഴിച്ചോന്ന്. ഇതേ സമയം ഇഫാൻ പറയും, ഞാൻ കഴിച്ചിട്ടില്ലാന്ന്. ഇതേ സമയം അവൾ പറയുന്നുണ്ട്, സ്പ്രിംഗ് ഫെസ്റ്റിവലിന് ഇത് എന്തായാലും കഴിക്കണം, ഒന്നെങ്കിൽ നീ ഓർഡർ ചെയ്യ് അല്ലെങ്കിൽ നീ തന്നെ വീട്ടിൽ കുക്ക് ചെയ്യുന്നു. ഇതേ സമയം ഫയർ വർക്ക്സ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞ സമയത്ത് ഇഫാനുമായിട്ടുള്ള കോള് കട്ട് ചെയ്ത് ഫ്രണ്ട് അത് കാണാൻ പോകും. ഇവൾ ഇങ്ങനെ ജിയോസി വാങ്ങണോ എന്ന് ആലോചിച്ചോട് നിൽക്കുമ്പോ തന്നെ ദേ അവിടെ കോളിംഗ് ബെൽ അടിക്കുന്ന സൗണ്ട്. ഇവള് പോയി നോക്കുമ്പോ ദേ നിൽക്കുന്നു സാങ്. ഇവള് സാങ്ങിന്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്താ വന്നത്, നീ ഇന്ന് വരില്ല എന്നല്ലേ പറഞ്ഞത്. ഇതേ സമയം സാങ് അവളുടെ അടുത്ത് പറയും, എന്റെ വീട് നിറയെ റിലേറ്റീവ്സ് ആണ്, അവിടെ നിൽക്കാൻ പോലും സ്ഥലമല്ല, അതുകൊണ്ടാണ് ഞാൻ വന്നേന്ന്. ഇവരിത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അങ്ങോട്ട് കുറെ പിള്ളേർ വരും പൂത്തിരിയൊക്കെ കൊണ്ട്. ഇത് കാണുമ്പോൾ ഇവർ രണ്ടുപേരും ഹാപ്പി ന്യൂ ഇയർ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ തന്നെ അതിലൊരു കുട്ടി വന്നിട്ട് നമ്മുടെ സാങ്ങിനെ തട്ടും. അതേസമയം സാങ് നേരെ വന്ന് നമ്മുടെ ഇഫാനെയും തട്ടും. ഇവര് രണ്ടുപേരും ഇങ്ങനെ കണ്ണു നോക്കി നിൽക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഷൈ മൊമെന്റ് ആയിരിക്കും അത്. അങ്ങനെ ഇവര് അകത്തേക്ക് വരുമ്പോൾ സാങ് ആണെങ്കിൽ കൈ നിറയെ സാധനമായിട്ടാണ് വന്നത്, ഫുഡ് ഉണ്ടാക്കാനായിട്ട്. ഇതേ സമയം ഇഫാൻ ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ നിന്റെ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചില്ലേന്ന്. അതിന് ഇവനൊന്നും പറയുന്നുണ്ടാവില്ല. ഇതേസമയം ഇവനിങ്ങനെ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുമ്പോ തന്നെ ഇഫാൻ ഇവൻ വിളിക്കുന്നുണ്ടാവും. എന്നിട്ട് അവളെടുത്ത് പറയും, ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കുറച്ച് കൂടിപ്പോയി, നീ എന്നെ കഴിക്കാൻ സഹായിക്കണം എന്ന്. ഇഫാൻ ആണെങ്കിൽ വിശന്ന് നിൽക്കുമായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷാവും. പിന്നീട് അവര് രണ്ടുപേരും കൂടി ഫുഡ് പ്രിപ്പയർ ചെയ്യും. ഇതേ സമയം സാങ് ജിയോസി ഉണ്ടാക്കാനുള്ള സാധനങ്ങളും വാങ്ങിയിട്ടുണ്ടാവും. അവൾ അവന്റെ അടുത്ത് പറയും, എന്നാൽ നമുക്ക് ജിയോസി ഉണ്ടാക്കിയാലോ എന്ന്. ഇതേ സമയം അവർ രണ്ടുപേരും കൂടി അതും ഉണ്ടാക്കും. അങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് ഇഫാൻ ആണെങ്കിൽ നന്നായിട്ട് കഴിക്കുന്നുണ്ടാവും. ഇതേ സമയത്ത് അവൾ പറയുന്നുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന്. എന്നിട്ട് ഇവന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ എന്താ കഴിക്കാത്തതെന്ന്. ഇവനാണെങ്കിൽ ഇവള് കഴിക്കുന്നത് നോക്കി നിൽക്കുകയായിരിക്കും. അവളാണെങ്കിൽ ഇവൻ ഇങ്ങനെ ഇവളെ നോക്കുന്നത് കണ്ടിട്ട് അവന്റെ അടുത്ത് പറയും, നീ ഇങ്ങനെ നോക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരുമാതിരി ആവുന്നേ. അവൾക്കാണെങ്കിൽ അവളുടെ ഫുഡിലേക്കുള്ള കോൺസെൻട്രേഷൻ പോലും കിട്ടുന്നുണ്ടാവില്ല. എന്നിട്ട് അവന്റെ അടുത്ത് പറയും, സ്പ്രിംഗ് ഫെസ്റ്റിവൽ ആണ്, എല്ലാരും ഒരുമിച്ച് ഫുഡ് കഴിക്കണം എന്ന് പറഞ്ഞ് അവനെ നിർബന്ധിച്ച് ഫുഡ് കഴിപ്പിക്കും. ഫുഡ് കഴിച്ചതിന് ശേഷം ഇവരിങ്ങനെ TV വാച്ച് ചെയ്യുമ്പോൾ തന്നെ ഇവരുടെ ഫോണിലേക്ക് കുറെ ഹാപ്പി ന്യൂ ഇയർ മെസ്സേജ് വരുന്നുണ്ടാവും. ഇവളിതിങ്ങനെ എടുത്തു നോക്കുമ്പോൾ തന്നെ ഇവളെ ഫോണിലേക്ക് ഒരു വീഡിയോ കോൾ വരികയാണ്. അതേസമയം അത് അവളുടെ അമ്മയായിരിക്കും. അവളുടെ അമ്മയുടെ കോള് കാണുമ്പോൾ തന്നെ അവളുടെ മുഖം വല്ലാണ്ട് വാടുന്നുണ്ടാവും. അമ്മയാണെങ്കിൽ കോള് ചെയ്യും വളരെ സന്തോഷത്തിൽ ഇവളോട് പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. സാങ് ആണെങ്കിൽ ഇവളുടെ മുഖം മാറിയത് കണ്ടിട്ട് അവൾക്കൊരു പ്രൈവസി കൊടുക്കാൻ വേണ്ടി അവിടുന്ന് എണീച്ചു പോവുകയും ചെയ്യും. ഇതേ സമയം അമ്മയാണെങ്കിൽ ഇവളുടെ സ്റ്റെപ്പ് സിസ്റ്ററുടെ അടുത്ത് ഹലോ പറയാൻ പറയുമ്പോൾ ഇവൾ ആർക്കോ വേണ്ടി പറയുന്ന പോലെ അവൾ ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞ് അവിടുന്ന് ഇഷ്ടമല്ലാണ്ട് എണീച്ചു പോകും. ഇത് കാണുമ്പോൾ നമ്മുടെ ഇഫാൻ പണ്ടത്തെ ഒരു കാര്യം ഓർക്കാണ്. പണ്ട് ഇവരെല്ലാരും കൂടി ഫുഡ് കഴിക്കാൻ ടേബിളിൽ ഇരിക്കുമ്പോൾ അന്ന് ഈ ജിയ വളരെ ചെറുതായിരിക്കും. അന്നും ഈ ജിയക്ക് ഇഫാനെ തീരെ ഇഷ്ടമുണ്ടാവില്ല. അതേസമയം അവള് സ്പൂണൊക്കെ വലിച്ചെറിഞ്ഞിട്ട് ഇത് എന്റെ വീടാണ്, ഞാൻ അവസാനമായിട്ട് പറയാണ്, ഇവളോട് ഇവിടുന്ന് എണീച്ച് പോകാൻ പറ, ഇവൾ എന്റെ കൂടെ ഈ ടേബിൾ ഉണ്ടെങ്കിൽ ഞാൻ ഫുഡ് കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇതേ സമയം അവളുടെ അമ്മ ഇതെല്ലാം കേട്ടിട്ടും അവളോട് ഒരു അക്ഷരം മറുത്ത് പറയില്ല. നമ്മുടെ ഇഫാന് വേണ്ടി ഒന്നും പറയില്ല. അതിനുശേഷം നമ്മുടെ ഇഫാൻ പിന്നെ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടാവില്ല. ഇതെല്ലാം ഓർത്ത് അവൾ അവളുടെ സ്റ്റെപ്പ് ഫാദറിന്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോ തന്നെ ആ ജിയെ അവിടുന്ന് കയറ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇതെല്ലാം നമ്മുടെ ഇഫാനും കേൾക്കുന്നുണ്ടാവും. അങ്ങനെ ഇഫാൻ പിന്നെ പെട്ടെന്ന് തന്നെ ആ കോള് കട്ട് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു സീനോടെ നമ്മുടെ 6ാമത്തെ എപ്പിസോഡിന്റെ ഫസ്റ്റ് പാർട്ട് കഴിയാണ്. ഇതുവരെ എന്റെ എപ്പിസോഡ് കണ്ടതിന്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.